ചോദ്യം: കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ബിദ്അഈ സംഘടന രൂപം കൊണ്ടപ്പോൾ സത്യദീനിന്റെ നിലനിൽപ്പിന് മഹത്തായൊരു സംഘടന വേണമെന്ന് മറ്റു പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്തിയ പണ്ഡിതൻ ആര്? ഉത്തരം: പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. ചോദ്യം: 14 വർഷക്കാലം സമസ്തയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച പാങ്ങിൽ ഉസ്താദ് പ്രസിഡന്റാവുന്നതെന്നാണ്? ഉത്തരം: 1932-ൽ. ചോദ്യം: അൻ-നഹ്ജുൽ ഖവീം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഉത്തരം: പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. ചോദ്യം: പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ വിട പറഞ്ഞതെന്നാണ്? ഉത്തരം: ഹിജ്റ 1365 ദുൽഹിജ്ജ 25-ന്. ചോദ്യം: പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം? ഉത്തരം: താനൂർ. ചോദ്യം: ഏത് വർഷമാണ് ആ മഹാൻ ജനിച്ചത്? ഉത്തരം: 1898-ൽ. ചോദ്യം: പ്രമുഖരായ പലർക്കും കിതാബോധി കൊടുക്കാൻ അവസരം ലഭിച്ച പറവണ്ണ ഉസ്താദിന്റെ ശിഷ്യരിൽ പ്രമുഖർ? ഉത്തരം: KK അബൂബക്കർ ഹസ്രത്ത്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ചോദ്യം: സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപക പ്രസിഡന്റ്? ഉത്തരം: പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. ചോദ്യം: സമസ്ത ജനറൽ സെക്രട്ടറിയായി പറവണ്ണ ഉസ്താദിനെ തെരഞ്ഞെടുക്കുന്നതെന്നാണ്? ഉത്തരം: 1951 മാർച്ച് 24-ന് ചേർന്ന യോഗത്തിൽ വെച്ച്. ചോദ്യം: രോഗബാധിതനായ അദ്ദേഹം 1957-ൽ തന്റെ സ്ഥാനം പ്രഗത്ഭനായ ഒരു പണ്ഡിതന് നൽകി. ആരായിരുന്നു പറവണ്ണ ഉസ്താദിനു ശേഷം സമസ്ത സെക്രട്ടറി പദവിയിൽ വന്നത്? ഉത്തരം: ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. ചോദ്യം: പറവണ്ണ ഉസ്താദ് വിട പറഞ്ഞതെന്നാണ്? ഉത്തരം: 1957 ജൂൺ 28-ന്. ചോദ്യം: ആ ധന്യദേഹം അന്തി ഉറങ്ങുന്നതെവിടെ? ഉത്തരം: പറവണ്ണ ജുമാ മസ്ജിദിന് സമീപം. ചോദ്യം: പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാരോടൊപ്പം സമസ്ത രൂപീകരണത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച വെള്ളേങ്ങര മുഹമ്മദ് മുസ്ലിയാർ ജന്മം കൊണ്ടതെന്ന് എവിടെ? ഉത്തരം: ഹിജ്റ 1280 മലപ്പുറം ജില്ലയിലെ കൂളപ്പറമ്പിൽ. ചോദ്യം: വെള്ളേക്കര മുഹമ്മദ് മുസ്ലിയാർ ആരിൽ നിന്നാണ് ജ്ഞാനം കരഗതമാക്കിയത്? ഉത്തരം: പ്രസിദ്ധ പണ്ഡിതൻ കട്ടിലശ്ശേരി ആലി മുസ്ലിയാരിൽ നിന്ന്. ചോദ്യം: സമസ്തയുടെ 4ാം വാർഷിക സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാര്? ഉത്തരം: വെള്ളേങ്ങര മുഹമ്മദ് മുസ്ലിയാർ. ചോദ്യം: വെള്ളേങ്ങര മുഹമ്മദ് മുസ്ലിയാർ ആദ്യമായി ദർസ് നടത്തിയത് എവിടെയാണ്? ഉത്തരം: കാപ്പ് ജുമാ മസ്ജിദിൽ. ചോദ്യം: ആ ജ്ഞാനി നമ്മെ വിട്ടുപിരിഞ്ഞതെന്ന്? ഉത്തരം: ഹിജ്റ 1352 റബീഉൽ ആഖിർ 24-ന് ചൊവ്വാഴ്ച. ചോദ്യം: സമസ്തയുടെ ആദ്യകാല പ്രവർത്തകനായ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം? ഉത്തരം: ഹിജ്റ 1306-ൽ ചെറിയ മുണ്ടത്ത്. ചോദ്യം: കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരുടെ ഗുരുക്കന്മാരിൽ പ്രമുഖൻ? ഉത്തരം: മൗലാന അഹമ്മദ് കോയ ഷാലിയാത്തി. ചോദ്യം: ഹിദായത്തുൽ മുതലത്തിഖ് ബിഗവായത്തിൽ മുതശയ്യിഖ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം: ചെറിയ മുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ. ചോദ്യം: കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ വിട പറഞ്ഞതെന്നാണ്? ഉത്തരം: ഹിജ്റ 1369-ന്.